ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി. ഷീതു ശരിക്കും തറവാട്ടിലുള്ള ഓരോ ദിവസവും ആസ്വദിക്കുകയായിരുന്നു. എല്ലാവർക്കും അവളോട് ഭയങ്കര കാര്യമായിരുന്നു, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക്. കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ അവരുടെ ഏറ്റവും പ്രിയപ്പെട്ടവളായിട്ട് മാറി ശീതൾ. ചാർലിക്കും വീട്ടുകാർക്കും അവളില്ലാത്തത് വലിയൊരു കുറവായിരുന്നു. ഇസു പിന്നെ ഒരു പ്രത്യേക സ്വഭാവമാണ്. അവളെ കാണാഞ്ഞിട്ട് വീഡിയോ കോൾ വിളിച്ചു കൊടുത്താൽ ഇസു സംസാരിക്കാറില്ല. ചാർലിയെ വിളിക്കുമ്പോൾ അവൻ ബാക്ക് ക്യാമറ ഇട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നതായിരുന്നു പതിവ്. നാളെയാണ് അമ്പലത്തിലെ ഉത്സവം കഴിയുന്നത്. അതുകൊണ്ട് തന്നെ തലേന്ന് വലിയ പരിപാടികളൊക്കെ അമ്പലത്തിലുണ്ട്. നാളെ രാവിലെയോടുകൂടി ചാർലിയും വീട്ടുകാരും എത്താമെന്നാണ് ഷീതുവിനോട് പറഞ്ഞത്. തലേന്ന് രാത്രിയിലേക്ക് വരാൻ പറഞ്ഞെങ്കിലും ഉത്സവത്തിൻ്റെ അന്ന് വരാമെന്ന് അവർ പറഞ്ഞു. അതവളെ കുറച്ച് വിഷമത്തിലാഴ്ത്തിയെങ്കിലും ലാസ്റ്റ് ദിവസം വരുമല്ലോ എന്നുള്ള സന്തോഷം അവളിലുണ്ടായിരുന്നു. അങ്ങനെ ഉത്സവത്തിൻ്റെ തലേ ദിവസം അമ്പലത്തിലേക്ക് പോകാൻ റെഡിയാവുകയാണ് എല്ലാവരും. ഇന്നും സാരി തന്നെയാണ് ഷീതു ഉടുക്കുന്നത്. ഒരു ചോക്ലേറ്റ് കളർ സാരിയായിരുന്നു അവളുടെ വേഷം. കാതിൽ ചെറിയൊരു കമ്മലും കഴുത്തിൽ അവൻ കെട്ടിക്കൊടുത്ത മിന്നുമാലയും. അവളെ വിളിക്കാൻ വേണ്ടി റൂമിലേക്ക് വന്നതാണ് ആര്യ. ചേച്ചി, ചേച്ചി, ഷീതു ചേച്ചി. അവൾ കതകിൽ മുട്ടി വിളിച്ചു. ഷീതു ചെന്ന് വാതിൽ തുറന്നതും ആര്യ അവളെ കണ്ട് നോക്കി നിന്നു. ഹോ, സൂപ്പർ! എൻ്റെ ചേച്ചിക്ക് ആരുടെയും കണ്ണ് തട്ടാതിരിക്കട്ടെ. അതും പറഞ്ഞ് അവൾ ഷീതുവിനെ ഒന്നൊഴിഞ്ഞു. പോ പെണ്ണെ, എന്നെ വെറുതെ കളിയാക്കാതെ. ഷിതു ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞിട്ട് കണ്ണാടിയുടെ മുൻപിൽ ചെന്ന് നിന്ന് അവളുടെ മുടി ഒന്നുകൂടി ഒതുക്കാൻ തുടങ്ങി. ഞാൻ ചേച്ചിയെ കളിയാക്കി പറഞ്ഞതൊന്നുമല്ല. സത്യമായിട്ടും ചേച്ചിയെ കാണാൻ ഇന്ന് നല്ല രസമുണ്ട്. അല്ല ചേച്ചി, ഈ സാരിയൊക്കെ എവിടെ നിന്നാണ് വാങ്ങുന്നത്? എല്ലാം നല്ല സെലക്ഷൻ ആണല്ലോ. ഞങ്ങളൊന്ന് പോയാൽ ഇത്രയും നല്ല സെലക്ഷനുള്ള സാരിയൊന്നും കിട്ടാറില്ല. ആര്യ അവളെ നോക്കി പറഞ്ഞു. അത് കേട്ട് ഷീതു പുഞ്ചിരിച്ചു. സാരി ഒന്നും ഞാൻ വാങ്ങുന്നതല്ല മോളെ. ഇച്ചായൻ എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോൾ സാരി കാണുമ്പോൾ വാങ്ങിക്കൊണ്ട് വരും. ഇച്ചായനെ ഞാൻ സാരി ഉടുക്കുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ഞിനെയും കൊണ്ട് ഉടുത്തു നടക്കാൻ വയ്യാത്തതുകൊണ്ടാണ് ഞാൻ ചുരിദാർ ഇടുന്നത്. എനിക്കും സാരി തന്നെയാണ് ഇഷ്ടം. ഷീതു അവളെ നോക്കി പറഞ്ഞു. എനിക്കും തോന്നുന്നത് അത് തന്നെയാണ് ചേച്ചി. ചേച്ചിക്ക് സാരി ഉടുക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് കാണാൻ. അവൾ പറഞ്ഞതും ഷീതു പുഞ്ചിരിച്ചു. അമ്പലത്തിൽ പോകാൻ താഴെ എല്ലാവരും റെഡിയായോ മോളെ? അവൾ സംശയത്തോട് ചോദിച്ചു. ചേച്ചിയെ കാണാത്തതുകൊണ്ടാണ് ഞാൻ കയറി വന്നത്. എല്ലാവരും റെഡിയായിട്ട് നിൽക്കുക. അവൾ തിരികെ മറുപടി പറഞ്ഞു. ഞാൻ റെഡിയാകാൻ വന്നപ്പോൾ ഇച്ചായം വിളിച്ചു. സംസാരിച്ചിരുന്നപ്പോൾ സമയം പോയത് അറിഞ്ഞില്ല. എങ്കിൽ പിന്നെ നമുക്ക് പോയാലോ? അവൾ ചോദിച്ചതും ആര്യ പുഞ്ചിരിയോടെ തലയാട്ടി. ശേഷം അവർ രണ്ടുപേരും കൂടി താഴേക്ക് ഇറങ്ങി ചെന്നു. ഷീതുവിനെ കണ്ടതും എല്ലാവരും അവളെ ഒന്ന് നോക്കി. അമ്മമാർ രണ്ടുപേരും അവളെ നോക്കി സൂപ്പർ എന്ന് കാണിച്ചു. എൻ്റെ മോൾ ഇന്നും സുന്ദരിയായിട്ടുണ്ട്, മുത്തശ്ശി അവളെ നോക്കി പറഞ്ഞു. പിള്ളേർ സെറ്റ് എല്ലാവരും ഒരുപോലെ സൂപ്പർ എന്ന് പറഞ്ഞു. എല്ലാവരുടെയും നല്ല അഭിപ്രായം കേട്ടൊരു പുഞ്ചിരിയോടെ നിൽക്കുകയായിരുന്നു അവൾ. അച്ഛാ! ദേവനെ കണ്ടതും അവൾ ഓടിച്ചെന്ന് ദേവൻ്റെ കയ്യിൽ പിടിച്ചു. അച്ഛൻ്റെ പൊന്നു മോള്, അയാൾ പറഞ്ഞുകൊണ്ട് അവളുടെ നെറുകയിലൊന്ന് തലോടി. ശേഷം അവളുടെ നെറ്റിയിലൊന്ന് ചുണ്ടുകൾ ചേർത്തു. കണ്ടു നിന്ന എല്ലാവർക്കും അത് കണ്ട് സന്തോഷമായിരുന്നു. പോകാം, ദേവൻ പറഞ്ഞതും എല്ലാവരും തലയാട്ടി. ശേഷം അവരെല്ലാവരും കൂടി അമ്പലത്തിലേക്ക് പുറപ്പെട്ടു. അമ്പലത്തിലെ കാഴ്ചകളും മറ്റും കണ്ട് നടക്കുകയാണ് പിള്ളേർ. സനൂഷയും ഭർത്താവും മക്കളും ഒക്കെ തന്നെ അമ്പലത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. ഒരു നാണമില്ലാത്ത ഫാമിലി ആയതുകൊണ്ട് തന്നെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് തറവാട്ടിൽ സ്റ്റേ ചെയ്തിട്ട് നാളത്തെ അവസാനത്തെ ഉത്സവം കഴിഞ്ഞിട്ടാണ് അവർ തിരികെ പോകുന്നത്. അമ്പലത്തിൽ വെച്ച് ഷീതുവിനെയും പിള്ളേരെയും കണ്ട് അവൾ അവരെ നോക്കി നല്ലതുപോലെ പുച്ഛിച്ച് കാണിച്ചു. യും കൂട്ടരും വെറുതെ വിട്ടില്ല. അവരും തിരികെ നല്ലതുപോലെ പുച്ഛിക്കുകയായിരുന്നു സനൂഷയെ. ഷീതുവിന് അമ്പലത്തിലേക്ക് പോകുന്നതൊക്കെ ഇഷ്ടമാണെങ്കിലും അവളെ ഭയപ്പെടുത്തിയത് വിഷ്ണുവിനെക്കുറിച്ചുള്ള കാര്യങ്ങളായിരുന്നു. അതുമാത്രമല്ല, വിഷ്ണുവും സനൂഷയും തമ്മിൽ അരുതാത്തൊരു ബന്ധമുണ്ടെന്ന് അവൾക്ക് തോന്നി. അത് തറവാട്ടിൽ ആരോടെങ്കിലും പറയണമെന്നുണ്ടായിരുന്നുവെങ്കിലും ഉള്ളിൽ നല്ല ഭയമുണ്ടായിരുന്നു അവൾക്ക്. പിള്ളേരോട് ആരോടെങ്കിലും പറഞ്ഞാൽ അതെല്ലാവരും അറിയുകയും പിന്നെ അതും പറഞ്ഞായിരിക്കും സനൂഷ തന്നെ ടോർച്ചർ ചെയ്യാൻ പോകുന്നത് എന്നുള്ള പേടിയും അവൾക്കുണ്ടായിരുന്നു. അത് തറവാട്ടിൽ വലിയ പ്രശ്നമുണ്ടാക്കുമെന്നും അവൾ ഭയപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ആരോടും പറയാതെ തൻ്റെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു അവൾ കണ്ട കാഴ്ചകളൊക്കെ. പിള്ളേര് 4 പേരും പട്ടുപാവാടയായിരുന്നു ഇട്ടുകൊണ്ട് വന്നത്. നിങ്ങളിവിടെ നിൽക്കുകയായിരുന്നോ? എത്ര നേരമായി നിങ്ങളിവിടെ അന്വേഷിക്കുന്നുണ്ട്. ചെന്നേ, നമ്മുടെ ഗസ്റ്റിനെ സ്വീകരിക്കാൻ വേണ്ടി കുറച്ച് പെൺപിള്ളേരെ വേണം. നിങ്ങളെവിടെ കമ്മിറ്റിക്കാർ അന്വേഷിക്കുന്നുണ്ട്. അമ്പലത്തിലുണ്ടായിരുന്ന ഒരാൾ വന്ന് പെൺകുട്ടികളെ നോക്കി പറഞ്ഞു. ചേച്ചി വാ, നമുക്ക് അങ്ങോട്ട് പോവാം. നന്ദ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അയ്യോ, ഞാൻ വരുന്നില്ല മോളെ, നിങ്ങൾ പോയിട്ട് വാ, ഞാനിവിടെ നിന്നോളാം. അവൾ പെട്ടെന്ന് നന്ദയുടെ കയ്യിൽ പിടിച്ചു. അത് ചേച്ചി വരാത്തത്? ചേച്ചിയും കൂടി വന്നേ. ആര്യ അവളെ നിർബന്ധിച്ചുകൊണ്ട് പറഞ്ഞു. വേണ്ട, ഞാനിവിടെ നിന്നോളാം, നിങ്ങൾ പോയിട്ട് വാ. അവൾ വീണ്ടും പറഞ്ഞതും പെൺപിള്ളേരെല്ലാവരും പരസ്പരം നോക്കി. എടി ചേച്ചി നമ്മുടെ ദേവച്ചൻ്റെ മകളാണെങ്കിലും ക്രിസ്ത്യാനിയായിട്ടല്ലേ വളർന്നത്. പിന്നീട് വിവാഹം കഴിഞ്ഞതും അങ്ങനല്ലേ. അതുകൊണ്ടായിരിക്കും ചേച്ചിക്ക് ആ കാര്യത്തിലൊക്കെ ബുദ്ധിമുട്ട്. ചേച്ചി വെറുതെ നിർബന്ധിക്കാൻ നിൽക്കണ്ട. നമ്മൾ പോയിട്ട് ഇപ്പോൾ വരുമല്ലോ. ചേച്ചി ഇവിടെ നിൽക്കട്ടെ. ആര് പറഞ്ഞതും അവർക്കെല്ലാവർക്കും അത് ശരിയാണെന്ന് തോന്നി. എങ്കിൽ പിന്നെ ചേച്ചി ഇവിടെ തന്നെ നിൽക്കണേ, ഞങ്ങൾ പോയിട്ട് പെട്ടെന്ന് വരാം.
നന്ദ പറഞ്ഞതും അവൾ തലയാട്ടി. ഷീതു അവിടെ തന്നെ നിന്നതും പെൺപിള്ളേരെല്ലാവരും അമ്പലത്തിൻ്റെ അകത്തേക്ക് കയറി. പെൺപിള്ളേരെല്ലാവരും അങ്ങോട്ടേക്ക് പോയതും ഷീതു അമ്മമാരെ തിരക്കി അവരുടെ അടുത്തേക്ക് പോകാൻ തീരുമാനിച്ചു. അവൾ അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങിയതും അവളുടെ കയ്യിൽ ആരോ പിടിച്ചു നിർത്തിയിരുന്നു. അത് മനസ്സിലായതും അവൾ സംശയത്തോടെ ഞെട്ടിക്കൊണ്ട് തിരിഞ്ഞു നോക്കിയതും കുടിലമായ ഒരു ചിരിയോടെ നിൽക്കുന്ന വിഷ്ണുവിനെയാണ് അവൾ കണ്ടത്. വിട്, വിടാൻ! അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് കുതറി. കുറച്ച് ഒഴിഞ്ഞൊരു സ്ഥലമായതുകൊണ്ട് തന്നെ അവിടെ മറ്റാരും തന്നെ ഉണ്ടായിരുന്നില്ല. ഇത്ര നേരായിട്ട് നിന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്നറിയാവോ? നിന്റെ കൂടെ അവരൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ വരാഞ്ഞത്. ഇന്നെനിക്കെൻ്റെ ആഗ്രഹം സാധിക്കണം മോളെ. കുറച്ചു നേരം നീ എന്നോട് സഹകരിച്ചേ പറ്റൂ. അവൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. വിടാൻ! നിങ്ങളോട് എന്നെ വിടാനല്ലേ പറഞ്ഞത്? ഞാനിപ്പോൾ ഒച്ച വെച്ച് എല്ലാവരെയും വിളിച്ചു കൂട്ടും. എന്നെ വിട്! അവൾ അവൻ്റെ കയ്യിൽ കിടന്ന് കുതറി. എന്നാൽ അവനവളെ ബലമായി പിടിച്ച് അവളെ അടിമുടി നോക്കി പുച്ഛത്തോടെ ചിരിക്കുകയായിരുന്നു. അങ്ങനെ നിന്നെ വിട്ടുകളയാൻ എനിക്ക് ഉദ്ദേശമില്ലടി. ഞാൻ എന്താണോ ആഗ്രഹിച്ചത് അത് ഞാൻ നേടിയിരിക്കും. അവൻ വീണ്ടും അവളെ നോക്കി പറഞ്ഞു. അച്ഛാ, ചെറിയച്ഛാ! അവൾ ഉറക്കെ അവിടെ കിടന്ന് വിളിച്ചു. എന്നാൽ ആരും തന്നെ അവളെ കേൾക്കാൻ അവിടെ ഇല്ലായിരുന്നു. അപ്പോഴേക്കും അമ്പലത്തിലും മറ്റുമായിട്ട് പല സൗണ്ടുകളും കേൾക്കുന്നത് കൊണ്ട് തന്നെ അവളുടെ ശബ്ദം ആർക്കും കേൾക്കാൻ സാധിക്കുന്നില്ലായിരുന്നു. വാടി ഇവിടെ! അവൻ പറഞ്ഞുകൊണ്ട് അവളെ വലിച്ച് എങ്ങോട്ടോ കൊണ്ടുപോകാനായി തുടങ്ങി. ഡാ! പെട്ടെന്നാണ് പുറകിൽ നിന്ന് ആരുടെയോ ശബ്ദം കേട്ടത്. അത് കേട്ട് അവനൊന്ന് നിന്നു. അവളും ഞെട്ടിക്കൊണ്ട് പുറകിലേക്ക് നോക്കി. വാസുദേവനും ഗോവിന്ദനുമായിരുന്നു. അവരെ രണ്ടുപേരെയും കണ്ടതും ഷീതുവിന് ആശ്വാസമായി. ചെറിയച്ച! അവൾ നിറകണ്ണുകളോട് അവരെ രണ്ടുപേരെയും നോക്കി വിളിച്ചു. അവർ രണ്ടുപേരും അവൻ്റെ അടുത്തേക്ക് വന്നു. അപ്പോഴും അവളെ വിടാതെ പിടിച്ചിരിക്കുകയായിരുന്നു വിഷ്ണു. ചെറിയച്ച, ഇയാളെന്നെ! അവൾ കരഞ്ഞുകൊണ്ട് അവരെ നോക്കി. എന്താടാ ഈ കാണിക്കുന്നത്? ഞങ്ങളുടെ തറവാട്ടിലെ കൊച്ചിനെ തൊടാറായോ നീ? ഗോവിന്ദൻ ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അവരെ കണ്ട് അവൾക്ക് കുറച്ച് ആശ്വാസമായിരുന്നു. ചെറിയച്ച, ഇയാൾ എന്നെ! അവൾ അവരുടെ മുഖത്തേക്ക് നോക്കി വീണ്ടും കരഞ്ഞു. നിന്നോട് ചോദിച്ചത് കേട്ടില്ലേ? എന്താടാ നീ ചെയ്യാൻ പോയത്? വാസുദേവൻ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. നിനക്ക് ഞങ്ങളുടെ തറവാട്ടിൽ കയറി കളിക്കാൻ ധൈര്യമുണ്ടായത് എങ്ങനെയാടാ? ഗോവിന്ദനും അവൻ്റെ മുഖത്തേക്ക് നോക്കി. എന്നാൽ അവൻ ഒന്നും മിണ്ടാതെ നിൽക്കുകയായിരുന്നു. ഇങ്ങനെയാണോടാ ഇവളെ കൊണ്ടുപോകുന്നത്? ആരെങ്കിലും കാണുന്നതിന് മുൻപേ കൊണ്ടുപോകണമെന്ന് നിന്നോട് നേരത്തെ പറഞ്ഞതല്ലേ? ഗോവിന്ദൻ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിക്കുന്നത് കേട്ട് അവൾ ഞെട്ടിപ്പോയി. അവൾ സംശയത്തോടെ തൻ്റെ ചെറിയച്ചന്മാരെയും ശേഷം വിഷ്ണുവിൻ്റെ മുഖത്തേക്കും നോക്കി. അവരെല്ലാവരും ഒറ്റക്കെട്ടാണെന്ന് അവളുടെ നോട്ടത്തിൽ നിന്നും ഭാവത്തിൽ നിന്നും അവൾക്ക് മനസ്സിലായി. എന്താ മോളെ ഇങ്ങനെ അന്തം വിട്ട് നോക്കുന്നത്? ചെറിയച്ചന്മാർ തന്നെയാ, വാസുദേവൻ അവളെ നോക്കി പറഞ്ഞു. പെട്ടെന്ന് അവരുടെ മുഖത്ത് ദേഷ്യഭാവം മാറി അവിടെ പുച്ഛം നിറഞ്ഞു. അവളത് കണ്ടതും നെറ്റി ചുളിച്ചുകൊണ്ട് അവരെ നോക്കി. സോറി മോളെ, ഞങ്ങൾക്ക് ഇത്രയൊക്കെ മോളുടെ മുൻപിൽ അഭിനയിക്കാൻ അറിയുള്ളൂ. ഇനിയും ഞങ്ങൾ ദേഷ്യപ്പെട്ട് എന്തെങ്കിലും പറഞ്ഞാൽ ചിലപ്പോൾ ഇവന് വിഷമം വന്നിട്ട് ഇവൻ ഞങ്ങൾ പറഞ്ഞതുപോലെ ഒന്നും ചെയ്യാതിരുന്നാലോ? അപ്പോൾ ഞങ്ങളുടെ ഉദ്ദേശങ്ങൾ ഒന്നും നടക്കില്ലല്ലോ മോളെ. ഗോവിന്ദൻ അവളെ നോക്കി പറയുന്നത് കേട്ട് അവൾ സംശയത്തോടെ അയാളെ നോക്കി. ഞങ്ങൾ പറഞ്ഞിട്ടാ മോളെ ഇവൻ ഇവിടുന്ന് കൊണ്ടുപോകാൻ പോകുന്നത്. വാസുദേവൻ അവളെ നോക്കി പുച്ഛത്താൽ പറഞ്ഞു. അവൾ സംശയത്തോടെ നെറ്റി ചുളിച്ചു. അവനൊരാഗ്രഹം, മോളെ ഒരു രാത്രിക്കൊന്ന് വേണമെന്ന്. മോള് ബഹളമൊന്നും ഉണ്ടാക്കാൻ നിൽക്കാതെ നല്ല കുട്ടിയായിട്ട് അതങ്ങ് സാധിച്ചു കൊടുത്തേക്ക്. അവൻ്റെ ആഗ്രഹമല്ലേ? വാസുദേവൻ അവളെ നോക്കി പറയുന്നത് കേട്ട് അവളുടെ നെഞ്ചിടിച്ചു. കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൾക്ക് വിശ്വസിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല അവരുടെ മാറ്റം. ചെറിയച്ച! അവൾ നിറകണ്ണുകളോടെ അവരെയും നോക്കി വിളിച്ചു. ചെറിയച്ചനോ? ആരടി നിന്റെ ചെറിയച്ചൻ? എവിടുന്ന് വലിഞ്ഞു കയറി വന്നവൾക്ക് ഞങ്ങളെങ്ങനെയാ ചെറിയച്ചന്മാരാകുന്നത്? ഇത്രയും വർഷം ഒരു അറിവും കിട്ടാതിരുന്ന നിന്നെപ്പറ്റി പെട്ടെന്നൊരു ദിവസം നിന്റെ അച്ഛൻ, അതായത് ഞങ്ങളുടെ ചേട്ടൻ വന്നിട്ട് ഇതാണ് എൻ്റെ മോളെന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും അത് വിശ്വസിച്ച് നിന്നെ തലയിൽ കയറ്റി കൊണ്ടുനടക്കുമെന്നാണോ നീ വിചാരിച്ചത്? നിന്നെ ഇത്രയും ദിവസം സ്നേഹിച്ചതും നിന്നോട് ഇടപഴകി സംസാരിച്ചതൊക്കെ ഈ ഒരൊറ്റ ദിവസത്തിന് വേണ്ടിയായിരുന്നു. വാസുദേവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അവൾക്കാണെങ്കിൽ ഇവരെന്തുകൊണ്ടാണ് തന്നോട് ഇങ്ങനെ പെരുമാറുന്നതെന്നുള്ള സംശയമായിരുന്നു. നീ ഞങ്ങളുടെ തറവാട്ടിലേക്ക് വരുന്നതിന് മുൻപേ തന്നെ നിന്നെ തീർക്കണമെന്നാണ് ഞങ്ങൾ കരുതിയത്. പക്ഷെ ഞങ്ങൾ നിന്നെ കണ്ടെത്തുന്നതിന് മുൻപേ തന്നെ ഞങ്ങളുടെ ചേട്ടൻ നിന്നെ കണ്ടെത്തി ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് വന്നു. അതുകൊണ്ടാണ് ഞങ്ങളുടെ ആ പ്ലാൻ ഇല്ലാതെയായി പോയത്. അതുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ദേവൻ്റെ മകളാണെന്ന് പറഞ്ഞ് നാഗമഠത്തിലേക്ക് കയറി വരാൻ നീ ഉണ്ടാകുമായിരുന്നില്ല. നിന്നെ ഞങ്ങൾ അന്ന് തന്നെ കൊന്നു കളഞ്ഞേനെ, ആരും അറിയാതെ തന്നെ. ഗോവിന്ദൻ അവളെ നോക്കി പറഞ്ഞു. അവർ പറയുന്ന ഓരോ വാക്കുകളും കേട്ട് ഞെട്ടി നിൽക്കുകയായിരുന്നു ഷീതു. തൻ്റെ മുൻപിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും തൻ്റെ ചെവിയിൽ കേൾക്കുന്ന ഓരോ വാക്കുകളും അവൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഇന്ന് മോളുടെ അവസാനത്തെ രാത്രിയാണ്. ശരിക്കും എന്തിനാ നാഗമഠം തറവാട്ടിലേക്ക് മോള് വന്നത്? ഞങ്ങളും ഞങ്ങളുടെ മക്കളും അനുഭവിക്കേണ്ട സ്വത്തുക്കളല്ലേ? മോൾക്ക് അവിടെ എവിടെയെങ്കിലും ഒതുങ്ങിക്കഴിഞ്ഞാൽ പോരായിരുന്നോ? ഏട്ടൻ്റെ സ്വത്തുക്കളും കൂടി ഞങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ ഞങ്ങൾ ഇത്രയും വർഷം കാത്തിരുന്നത്? എന്നിട്ട് എല്ലാം കഴിഞ്ഞപ്പോൾ പറയാ ഏട്ടനും അവകാശികളുണ്ടെന്ന്. അപ്പോൾ ഞങ്ങൾ ഇന്ന് വരെ ആഗ്രഹിച്ചത് സ്വപ്നം കണ്ടതൊക്കെ തന്നെ വെറുതെ ആയില്ലേ മോളെ? അത് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുമോ?
മോള് ജീവനോടെ ഇരിക്കുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടെ കഞ്ഞിയിലെ പാറ്റ പോലെയാ. നീ വിഷമിക്കണ്ട. അധികം വൈകാതെ തന്നെ നിന്റെ അച്ഛൻ, അതായത് ഞങ്ങളുടെ ഏട്ടനെയും നിന്റെ മോളെയും ഞങ്ങൾ നിന്റെ അടുത്തേക്ക് പറഞ്ഞു വിടും. ഇപ്പം നീ അവൻ്റെ ആഗ്രഹം അങ്ങ് നിറവേറ്റി കൊടുത്തേക്ക്. ഗോവിന്ദൻ വീണ്ടും അവളെ നോക്കി പറഞ്ഞു. അവൾക്കാണെങ്കിൽ ഒന്നും തന്നെ മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. താൻ സ്വന്തം പോലെ കരുതിയ ചെറിയച്ഛമ്മ എന്തിനാണ് തന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നായിരുന്നു അവൾ ആ നിമിഷം ചിന്തിച്ചത്. ഇനി നിനക്ക് ആരെയാടി വിളിക്കേണ്ടത്? നിന്നെ ഇവിടെ രക്ഷിക്കാൻ ആരും വരാൻ പോകുന്നില്ല. നിന്റെ കെട്ടിയോൻ ഇവിടെ തട്ടിയിട്ടിട്ട് പോയതല്ലേ നിന്നെ. അവൻ നാളെ വരുമ്പോൾ നിന്റെ ശവമായിരിക്കും അവന് കിട്ടാൻ പോകുന്നത്. പക്ഷേ നീ വിഷമിക്കണ്ട കേട്ടോ. അവസാന ആഗ്രഹം പോലെ നിന്റെ പല ആഗ്രഹങ്ങളും ഞാൻ നിനക്ക് നിറവേറ്റി തരും. അവൻ അവളെ അടിമുടി ഒന്ന് നോക്കിക്കൊണ്ട് വല്ലാത്ത ഭാവത്തിൽ പറഞ്ഞു. എന്നെ ഒന്നും ചെയ്യരുത് പ്ലീസ്. അവൾ അവൻ്റെ മുൻപിൽ കെഞ്ചി. എന്നാൽ അവൻ്റെ മുൻപിൽ എങ്ങനെയെങ്കിലും അവളെ നേടണമെന്നുള്ള വാശി മാത്രമായിരുന്നു. ചെറിയച്ഛ, എനിക്ക് നിങ്ങളുടെ സ്വത്തും പണവും ഒന്നും വേണ്ട. എന്നെ വെറുതെ വിടണം. എന്നെ ഒന്നും ചെയ്യരുതെന്ന് ഇയാളോട് പറ. അവൾ കരഞ്ഞുകൊണ്ട് അവരോട് പറഞ്ഞു. എന്നാൽ അത് കേട്ടവർ പുച്ഛത്തോടെ ചിരിക്കുക മാത്രമാണ് ചെയ്തത്. സോറി മോളെ, ഞങ്ങൾക്കൊന്നും തന്നെ ചെയ്യാൻ കഴിയില്ല. ഇത്രയൊക്കെ ആയ സ്ഥിതിക്കും ഇതിൻ്റെയൊക്കെ പിന്നിൽ ഞങ്ങളാണെന്ന് നീ അറിഞ്ഞ സ്ഥിതിക്കും ഇനി ജീവനോടെ ഇരിക്കുന്നത് ഞങ്ങൾക്ക് അത്ര നല്ലതല്ല. അതുകൊണ്ട് മോള് പൊയ്ക്കോ. നാളെ നിന്റെ ഭർത്താവിൻ്റെ വീട്ടുകാരും മറ്റും വരുമ്പോൾ ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. വാസുദേവൻ അവളെ നോക്കി പറഞ്ഞതും ഇനി തൻ്റെ മുൻപിൽ ഒരു രക്ഷയുമില്ല എന്ന് ആ പെണ്ണിന് തോന്നി. വിഷ്ണു, ഗോവിന്ദൻ അവനെ വിളിച്ചിട്ട് കണ്ണു കാണിച്ചതും അത് മനസ്സിലായതുപോലെ അവൻ അയാളെ നോക്കി തലയാട്ടി. ശേഷം അവളുടെ വാ പൊത്തിപ്പിടിച്ച് അവളെയും വലിച്ചുകൊണ്ട് അവൻ നടന്നു. അവൻ്റെ കയ്യിൽ കിടന്ന ആ പെണ്ണ് കുതിർന്നുണ്ടായിരുന്നു. പക്ഷെ അവൻ്റെ കൈക്കരുത്തിന് മുൻപിൽ അവൾക്ക് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അവൻ അവളെയും വലിച്ചുകൊണ്ട് നടന്നു. വിട്. അവൾ അവൻ്റെ കയ്യിൽ കിടന്ന് കുതറി. പെട്ടെന്നാണ് ആരെയോ കണ്ടതുപോലെ അവൻ നിന്നത്. അത്രയും നേരം കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്ന അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. തന്നെ വലിച്ചു കൊണ്ടുപോയിരുന്ന അവൻ പെട്ടെന്ന് നിന്നത് ആരെ കണ്ടിട്ടാണെന്നുള്ള സംശയത്തോടെയാണ് അവൾ നോക്കിയത്. അങ്ങനെ നോക്കിയ അവൾ കാണുന്നത് ആരെയോ നെറ്റിച്ചുളിച്ചു നോക്കുന്ന വിഷ്ണുവിനെയാണ്. അവൻ അങ്ങനെ നോക്കുന്നത് കണ്ട് അവൻ നോക്കിയ അതേ ദിശയിൽ തന്നെ അവളും നോക്കി. അപ്പോഴേക്കും വാസുദേവനും ഗോവിന്ദനും ആർക്കും സംശയം തോന്നാതിരിക്കാൻ വേണ്ടി പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് പോയിരുന്നു. വിഷ്ണു നോക്കിയ അതേ ദിശയിൽ അവൾ കണ്ടത് ഇരുട്ടിൻ്റെ മറവിൽ ഒരു പെൺകുട്ടിയുടെ രൂപമാണ്. അത് കണ്ട അതാരാണെന്നുള്ള അർത്ഥത്തിൽ ഷീതു സംശയത്തോടെ നോക്കി. അവൾ മുൻപിലേക്ക് നടന്നു വന്നതും ഇരുട്ടിൻ്റെ മറവ് മാറി അത് വെളിച്ചത്തിലേക്കായി. തൻ്റെ മുൻപിൽ ഒരു ബാഗുമായി നിൽക്കുന്നവളെ കണ്ട് ഷീതു അമ്പരന്നു പോയിരുന്നു. വിഷ്ണു ആണെങ്കിൽ തൻ്റെ മുൻപിൽ നിൽക്കുന്ന പെണ്ണിനെയും ഷീതുവിനെയും മാറി മാറി നോക്കിയിരുന്നു. അവൾ മുൻപിലേക്ക് നടന്നു വന്നു. കയ്യിലൊരു ബാഗുണ്ട്. ഒരു ജീൻസും ഷർട്ടുമാണ് അവളുടെ വേഷം. ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് വന്ന അവളുടെ മുഖം ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ ഷീതു കണ്ടിരുന്നു.